ശരിക്കും വർക്ക് ആവുന്ന സയന്റിഫിക് ആയ പ്രാക്ടിക്കലും സസ്റ്റൈനബിളും ആയ ലോങ് ടേമിൽ ആപ്ലിക്കബിൾ ആവുന്ന 10 വെയിറ്റ് ലോസ് ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീനാസ് ഇന്നർ സ്റ്റൈൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ബേസ്ഡ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡയറ്റിനെ പറ്റിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈസിലി ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്ന് കരുതി ഇതൊരു ഷോർട്ട് കട്ടാണ്, ഈ ഒരു ഷോർട്ട് കട്ടിലെ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് പെട്ടെന്ന് കുറയും, അങ്ങനെയല്ല കരുതേണ്ടത്. ഇത് ആക്ച്വലി നമുക്ക് ലോങ് ടേമിൽ നമുക്ക് എല്ലാ കാലത്തും ആക്ച്വലി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് കൂടുതൽ പേരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആദ്യം നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ പട്ടിണി കിടന്ന് അത്ര കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ ചെയ്ത് വെയിറ്റ് കുറയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴയതുപോലെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. ആൻഡ് അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ വീണ്ടും വെയിറ്റ് കൂടും. അപ്പോൾ വീണ്ടും തിരിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടും. അപ്പം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലോങ് ടേമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇന്ന് അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത്, ഈറ്റ് മോർ പ്രോട്ടീൻ എസ്പെഷ്യലി അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോട്ടീൻ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഫുഡ് കഴിക്കുമ്പോൾ. ആൻഡ് ഓൾസോ നമുക്ക് ക്രേവിങ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ മസിലിനെ അത് പ്രിസർവ് ചെയ്യും. ആൻഡ് ഓൾസോ ഫാറ്റ് ഒന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഓവർനൈറ്റ് ഓട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഗ്രീക്ക് യോഗട്ട് പോലെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല ഇപ്പോൾ പീനട്ട് ബട്ടർ ബനാന അങ്ങനെ ടോസ്റ്റ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പീനട്ട് ബട്ടർ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ എഗ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ചെറുപയർ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഡയറ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു മെയിൻ കാര്യമായിരുന്നു ചെറുപയർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപയർ കഴിക്കാം. അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്താലും മതി. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് പ്രോട്ടീൻ സ്മൂത്തിയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി പ്രോട്ടീൻ സ്മൂത്തി മോർണിംഗിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതായത് അതിനകത്ത് നട്ട്സ് ഉണ്ടാവണം. അതിൻ്റെ അകത്ത് മേ ബി ഈ പീനട്ട് ബട്ടർ പോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ നോർമലി പ്രോട്ടീൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ എന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തത്, ഫോക്കസ് ഓൺ ഫൈബർ റിച്ച് ഫുഡ്സ്. ഫൈബർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും വയറ് ഫുള്ളായതുപോലെ ഫീൽ ചെയ്യും. അതായത് നമുക്ക് കൂടുതലായിട്ട് വിശക്കില്ല. ആൻഡ് ഓൾസോ ഡൈജഷനെ അതൊന്ന് സ്ലോ ചെയ്യുന്നത് വഴി നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടാവാതെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്തൊക്കെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റബിൾസിന് മെയിനായിട്ട് ആക്ച്വലി ബീൻസ്, ക്യാരറ്റ്, ബ്രോക്കോളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓൾസോ സ്വീറ്റ് പൊട്ടറ്റോ, അത് ആക്ച്വലി ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അത് നമ്മൾ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ മീലാക്കി ശരിക്കും അത് മാറ്റാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി വെയിറ്റ് ലോസിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെയുള്ളത് ഫ്രൂട്ട്സ്. ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ഫ്രൂട്ട്സ് വിത്ത് സ്കിന്നോട് കൂടി ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയും. അതായത് നമ്മൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ അതിൻ്റെ തോല് ചെത്തി കളയാതെ അത് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നോർമലി വെയിറ്റ് ലോസ് സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്തിനാണ് ചിയാ സീഡ്സും ഫ്ലാക്സ് സീഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ആക്ച്വലി ഫൈബർ റിച്ച് ആയതുകൊണ്ടും ഭയങ്കരമായിട്ട് നമ്മളുടെ വയറൊക്കെ ഫില്ലായി ഇരിക്കും എന്നുള്ളത് കൊണ്ടും ആൻഡ് ഓൾസോ വെയിറ്റ് ലോസിന് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് കഴിക്കാവുന്നതാണ്. ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ പയറ്, കടല അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആക്ച്വലി വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഈ പറഞ്ഞതുപോലെ ഫൈബർ റിച്ച് ആണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക, ബോഡി ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ ഇല്ലാതെ കൺസിസ്റ്റൻസിയോട് കൂടി നമുക്ക് നമ്മുടെ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഡോണ്ട് ഡ്രിങ്ക് യുവർ കാലറീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് വേണം ഈവൻ ചായയോ കാപ്പിയോ തന്നെ കുടിക്കാൻ എന്നുള്ളത്. ചായയോ കാപ്പിയോ എന്നുള്ളത് മാത്രമല്ല അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, സ്മൂത്തീസ് പോലെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്മൂത്തീസ് കഴിക്കാൻ വേണ്ടി, പ്രോട്ടീൻ ബേസ്ഡ് സ്മൂത്തീസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ഈ സ്മൂത്തിക്കകത്ത് നമ്മൾ ആഡഡ് ഷുഗർ അതിനകത്ത് ഇടുകയാണെങ്കിൽ, ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. അത് കൂടുതൽ കലോറിയാണ് ആക്ച്വലി നമ്മുടെ ബോഡിയിലേക്ക് തരിക. അത് പാടില്ല.
സോ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ അഥവാ സ്മൂത്തീസ് ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ആഡഡ് ഷുഗർ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ തന്നെ നമ്മളിപ്പം ഹണിയോ അല്ലെങ്കിൽ ഷുഗറിന് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആക്ച്വലി ഒരു ലിമിറ്റിൽ നിർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ജ്യൂസസ്, ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ് വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ. ഷുഗർ ഇല്ലാതെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഒരു ദിവസം കുറേ തവണയൊക്കെ എപ്പോഴും ഫ്രൂട്ട് ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല. ബിക്കോസ് ഫ്രൂട്ട് ജ്യൂസ് ആക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫൈബർ കണ്ടന്റ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. ആൻഡ് ഓൾസോ നമ്മൾ കുടിക്കുന്നത് കൂടുതലായിട്ടും ഷുഗർ ആയിരിക്കും. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്യുവർ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ അത് കുടിക്കാം. പക്ഷേ അത് എപ്പോഴും ഒരു ദിവസം ആക്ച്വലി ഒന്നിൽ കൂടുതൽ തവണയൊക്കെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാവുന്നതാണ് വിത്തൗട്ട് ഷുഗർ. അതല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് വിത്തൗട്ട് ഷുഗർ. അതല്ലെങ്കിൽ ഇപ്പോൾ ലെമൺ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാട്ടർ കുടിക്കാവുന്നതാണ്, വെള്ളം കുടിക്കാവുന്നതാണ്. പക്ഷെ ആലോചിക്കേണ്ടത് അതിനകത്ത് ഷുഗർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് 80-20 റൂൾ എന്ന് പറഞ്ഞാൽ, അതായത് 80% ഓഫ് ദ ടൈം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കര നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഭയങ്കര ഹെൽത്തി ആണെന്ന് ഉറപ്പുള്ള ഫുഡ് മാത്രം കഴിക്കുക 80% ഓഫ് ദ ടൈം. ആൻഡ് 20% ടൈമിൽ ആക്ച്വലി അപ്പോഴാണ് നമ്മൾ കാർബ്സ് ഒക്കെ ആക്ച്വലി കഴിക്കാൻ പാടുള്ളൂ. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ബോഡിയിൽ ആവശ്യമാണ്, നമ്മളുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. പക്ഷേ അതൊരു 20% ആയിരിക്കണം എന്ന് മാത്രം, വളരെ കുറച്ച് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതലായിട്ടും 80% നമ്മൾ ഭയങ്കര നറിഷിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ 20% മാത്രം ഈ പറഞ്ഞുള്ള കാർബ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വർക്ക് മോർ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് ആക്ച്വലി നമ്മൾ കൂടുതലായിട്ട് ഭയങ്കര എക്സസൈസ് ചെയ്യുന്നവരൊന്നും അല്ലെങ്കിൽ കൂടി ശരിക്കും വർക്ക് ആവുന്ന സയൻറ്റിഫിക് ആയ പ്രാക്ടിക്കലും സസ്റ്റൈനബിളും ആയ ലോങ് ടേമിൽ ആപ്ലിക്കബിൾ ആവുന്ന 10 വെയിറ്റ് ലോസ് ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ശരിക്കും ബോഡിക്ക് ഉണ്ടാക്കും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഭയങ്കരമായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈദ ഉണ്ടാവും, അതിനകത്ത് ഷുഗർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ആക്ച്വലി ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൂടുതൽ സമയത്തും ഹോം കുക്ക്ഡ് ആയിട്ടുള്ള മീൽസ് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ പ്രോസസ്ഡ് ഫുഡ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പുവരുത്താനും പറ്റും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മാനേജ് സ്ട്രെസ് ആൻഡ് സ്ലീപ്പ്. അതായത് സ്ട്രെസ് ഹോർമോൺസ് കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രെസ് ഭയങ്കര കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ട്രെസ്സിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആക്ച്വലി ഹങ്കർ ഹോർമോൺസ് കൂടുതലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് കൂടുതലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആക്ച്വലി ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് അതേപോലെ തന്നെ സ്ട്രെസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ജേർണലിംഗ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. അതും കുറേയൊക്കെ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഈറ്റ് മൈൻഡ്ഫുള്ളി എന്ന് പറയുമ്പോൾ നമ്മളിൽ കൂടുതൽ ആൾക്കാരും ആക്ച്വലി ഫുഡ് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഫുഡ് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ TV കാണുന്നുണ്ടാവും, ഫുഡ് കഴിച്ചുകൊണ്ട് ഫോൺ നോക്കുന്നുണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എത്രത്തോളമാണ് കഴിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം, ഈവൻ നന്നായി ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാൻ. അത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വലി നമ്മളുടെ ഒരു ഡയറ്റിനകത്തൊരു കൺട്രോൾ കിട്ടിയത് പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ശരിക്കും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മോർ സ്ട്രെങ്ത് ട്രെയിനിങ്. മോർ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ആക്ച്വലി കാർഡിയോ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ പേരും. കാർഡിയോ എക്സസൈസ് നല്ലതാണ്, പക്ഷേ പെട്ടെന്നുള്ളൊരു റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടി ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും അത് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 to 3 days a week അത് മതിയാവും. അതായത് 2-3 തവണയെങ്കിലും ആക്ച്വലി ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബോഡിക്ക് നന്നായിട്ട് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ട്രാക്ക്
പ്രോഗ്രസ് വിത്തൗട്ട് ഒബ്സസിങ്. എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആക്ച്വലി വെയിറ്റ് കുറഞ്ഞോ നമ്മൾ എപ്പോഴും പോയി ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉള്ളവരായിരിക്കും കൂടുതൽ പേരും. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അധികം വലിയ ഡിഫറൻസ് ഒന്നും ആ സ്കെയിലിനകത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് കണ്ട് നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണ് എന്ന് നോക്കുക. എനർജി ലെവൽ മുമ്പത്തെക്കാളും കൂടിയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി, അത് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഫിറ്റ് ആവുന്നത് നോക്കുക, നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ, അതായത് ചില സമയത്ത് നമ്മുടെ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്ച്വലി ഈ സ്കെയിലിൻ്റെ അകത്ത് കാണിച്ചു കൊള്ളണം നിർബന്ധമില്ല. സോ നമ്മുടെ ബോഡി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കുക. നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഇൻ kg എന്നുള്ളത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ കൂടുതൽ ഒരു വെൽനെസ് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ശരിക്കും ഷോർട്ട് ടേമിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇത് ലോങ് ടേം ഗോളാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാലത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് നാളത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാക്കി കാണണ്ട. ഇത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് ദോഷമൊന്നും ഒരിക്കലും വരുത്താത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് കൂടുതലായിട്ടും പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആക്ച്വലി ഇത് ചെയ്ത് ഈ ഒരു കാര്യങ്ങൾ, ഇത് ഈ പറഞ്ഞ 10 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ബോഡിയുടെ വെയിറ്റ് ഉറപ്പായിട്ടും കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.